നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിപ്റ്റോ ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും തന്നെ വളരെയധികം പാനിക് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് നോക്കുകയാണെങ്കിൽ എക്സ്ട്രീം ഫിയറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ശരിക്കും ഇത്രയൊക്കെ പാനിക് ആവേണ്ട ആവശ്യം, ഇത്രയൊക്കെ പേടിക്കേണ്ട ആവശ്യം നിലവിലുണ്ടോ? നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം തന്നെ ബെയറിഷ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ശരിക്കും പേടിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ വളരെയധികം ടെൻഷൻ അടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ബിറ്റ് കോയിൻ പോയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. കുറച്ച് പോസിറ്റീവായിട്ടുള്ള നിങ്ങൾക്ക് പ്രതീക്ഷകൾ തരുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. സോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. Everybody on the top got the same sound. Everything I'm about to drop, make a name now. Yeah, y'all don't really know. ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ബിറ്റ് കോയിൻ താഴേക്ക് വരാനായിട്ട് തുടങ്ങിയപ്പോൾ, ബിറ്റ് കോയിൻ മാത്രമല്ല ബിറ്റ് കോയിൻ്റെ കൂടെ ഒരുപാട് ഓൾട്ട് കോയിൻസും താഴേക്ക് വരാനായിട്ട് തുടങ്ങിയപ്പോൾ, അതിശക്തമായിട്ട് തന്നെ താഴേക്ക് വരാനായിട്ട് തുടങ്ങിയപ്പോൾ ഒരുപാട് പേര് അഭിപ്രായപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഇതൊന്നും ഇനി തിരിച്ച് കയറാനായിട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ ക്രിപ്റ്റോയുടെ കാര്യങ്ങളെല്ലാം ഇതോടുകൂടി അവസാനിക്കാൻ പോവുകയാണെന്ന്. ഇത് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓർമ്മ വരുന്നത് കോവിഡ് സമയത്ത് നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഒന്നും അവസാനിച്ചിട്ടില്ല, ഇത് ചരിത്രം അറിയാത്തവരുടെ വെറും വ്യാമോഹം മാത്രമാണ്. ചരിത്രം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് 2018 ബിറ്റ് കോയിൻ ക്രാഷ് നമുക്ക് നോക്കാം. അതായത് 2018 ഒരു 20K എന്ന് പറയുന്ന ഒരു പ്രൈസിൽ നിന്ന് ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഏകദേശം ഒരു 83% ഡൗൺ ആയിട്ടുണ്ട്. അതായത് വളരെ വലിയ ഒരു മാർക്കറ്റ് ക്രാഷ് ആണ് സംഭവിച്ചിട്ടുണ്ട്. അന്ന് ഏകദേശം 83% ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഡൗൺ ആയത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു 70K എന്ന് പറയുന്ന പ്രൈസിൽ നിന്നും ബിറ്റ് കോയിൻ ഇപ്പോൾ നിൽക്കുന്നത് വെറും 57% മാത്രം താഴെയാണ്. അതായത് 83% അന്ന് ക്രാഷ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് വെറും 57% മാത്രമേ ബിറ്റ് കോയിൻ ഡൗൺ ആയിട്ടുള്ളൂ. 83% ഡൗൺ ആയപ്പോൾ ആളുകൾ പറഞ്ഞ അതേ കാര്യമാണ് വെറും 57% മാത്രം ഡൗൺ ആയപ്പോഴേക്കും ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അന്ന് ആ ഒരു 83% ഡൗൺ ആയതിനു ശേഷം ബിറ്റ് കോയിൻ്റെ പ്രൈസ് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് പോയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഏകദേശം 1980% ഗ്രോത്ത് ആണ് ബിറ്റ് കോയിനിൽ പിന്നീട് സംഭവിച്ചിട്ടുള്ളത്. സോ ചരിത്രം ആവർത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യം നിങ്ങൾക്കില്ല എന്ന് എനിക്കറിയാം. സോ ഇനി ബിറ്റ് കോയിനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കാനായിട്ട് സാധ്യതയുള്ളത് എന്നൊക്കെയാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബിറ്റ് കോയിൻ്റെ ഒരു വീക്കിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ് നിൽക്കുന്നത്. നിങ്ങളുടെ ചാർട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിലായിരിക്കില്ല കാണാൻ, ചിലപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങളുടെ വീക്കിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവാം. ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ പോവുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ റെഗുലർ ആയിരിക്കും ടിക്ക് എടുക്കുന്നുണ്ടാവുക. ആ റെഗുലർ മാറ്റിയിട്ട് ലോഗരിതമിക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ചാർട്ട് കാണാനായിട്ട് പറ്റും. നമുക്ക് ഒരുപാട് വർഷങ്ങളിലെ ഡാറ്റാസ് നമുക്ക് ഒറ്റയടിക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു രീതിയിലാണ് ഈ ലോഗരിതമിക് ചാർട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഇത്രയും ദിവസങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഏതൊക്കെ രീതിയിലാണ് പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒറ്റ നോട്ടത്തിൽ ഈ ചാർട്ട് നോക്കി നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ബിറ്റ് കോയിൻ്റെ അതിഗംഭീരമായിട്ടുള്ള ഒരു ഗ്രോത്ത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഒരു ലോങ് ടൈം പെർസ്പെക്റ്റീവിൽ നമ്മൾ എപ്പോഴും നോക്കുമ്പോൾ ബിറ്റ് കോയിൻ വളരെ ശക്തമായിട്ട് തന്നെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു ഷോർട്ട് ടൈം പെർസ്പെക്റ്റീവിലോ അല്ലെങ്കിൽ നമ്മളൊരു ഡെയിലി ടൈം ഫ്രെയിമിലോ 4 hour ടൈം ഫ്രെയിമിലോ ഒക്കെ നോക്കുമ്പോഴാണ് നമുക്ക് ബിറ്റ് കോയിനിൽ വളരെ വലിയ രീതിയിലുള്ള ക്രാഷ് സംഭവിച്ചു എന്നൊക്കെ നമുക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഏറ്റവും ആദ്യമായിട്ട് നമ്മുടെ 2018 ആ ഒരു ഓൾ ടൈം ഹൈ ആയിട്ടുള്ള ഈ ഒരു ഏരിയയിൽ ഞാനൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ബിറ്റ് കോയിൻ ഇപ്പോഴത്തെ സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഈ ഒരു 18K അല്ലെങ്കിൽ 20K എന്ന് പറയുന്ന ആ ഒരു പ്രൈസിലേക്ക് ബിറ്റ് കോയിൻ ഇറങ്ങി വരാനായിട്ട് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് ബിറ്റ് കോയിനിൽ പ്രതീക്ഷിക്കാമെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ബിറ്റ് കോയിൻ ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ തന്നെയാണ്. നമ്മളത് മുൻപുള്ള എല്ലാ വീഡിയോകളും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്, ഞാനത് കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. വളരെ ശക്തമായിട്ടുള്ള സപ്പോർട്ട് ഏരിയ ആണ്. സോ ആ ഒരു സപ്പോർട്ട് ഏരിയ ഇപ്പോഴത്തെ ഈ ഒരു സെല്ലിംഗ് പ്രഷർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള എല്ലാ സാധ്യതകളും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 18K അല്ലെങ്കിൽ 20K എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഞാനിനി ഇവിടേക്ക് ഒരു 200 പീരീഡ് VWM അതായത് വോളിയം വെയ്റ്റഡ് മൂവിംഗ് ആവറേജ് ഞാൻ ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു വോളിയം വെയ്റ്റഡ് മൂവിംഗ് ആവറേജിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ മൂവിംഗ് ആവറേജുകളെ പോലെ ഇത് പ്രൈസ് മാത്രമല്ല നോക്കുക, വോളിയം കൂടി നോക്കിയിട്ടായിരിക്കും ഇതൊരു ആവറേജ് പ്രൈസ് കാണിക്കാം. ഓക്കെ, അപ്പോൾ വോളിയം കൂടി നോക്കിയിട്ട് വോളിയവും പ്രൈസും കൂടി നോക്കിയിട്ടുള്ള ഒരു 200 പീരീഡ് വോളിയം വെയ്റ്റഡ് മൂവിംഗ് ആവറേജ് ആണ് നമ്മൾ ഇവിടെ ഇട്ടിട്ടുള്ളത്. ഓക്കെ, ഞാൻ ഈ ട്രെൻഡ് ലൈൻ തൽക്കാലത്തേക്ക് ഞാനൊന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വോളിയം വെയ്റ്റഡ് മൂവിംഗ് ആവറേജിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഓരോ തവണ ഈ ഒരു ആവറേജ് ലൈനിൽ, ഈ ഒരു മൂവിംഗ് ആവറേജ് ലൈനിൽ പ്രൈസ് സപ്പോർട്ട് എടുക്കുമ്പോഴും പിന്നീട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിഗംഭീരമായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ്. ഓക്കെ, ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ട്, ദെൻ വീണ്ടും ഒരു ഗ്രോത്ത് ഇവിടെ സംഭവിക്കുന്നുണ്ട്, വീണ്ടും ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ട്,
പ്രൈസ് വീണ്ടും വളരെ ശക്തമായിട്ട് തന്നെ മുകളിലേക്ക് കുതിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വീണ്ടും ഈ ഒരു ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു മൂവിങ് ആവറേജിലേക്ക് ഒരു സപ്പോർട്ട് എടുക്കാനായിട്ടാണ് പ്രൈസ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. സോ മുൻപ് സംഭവിച്ച പോലെ തന്നെ ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് പ്രൈസ് അതിഗംഭീരമായിട്ട് പുതിയ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് കാഴ്ചവെക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു മൂവിങ് ആവറേജിൽ സപ്പോർട്ട് എടുക്കാനായിട്ട് ഏകദേശം ഏതൊരു പ്രൈസിലാണ് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോകളെല്ലാം പറഞ്ഞിട്ടുള്ള നമ്മുടെ 2018 അല്ലെങ്കിൽ 2017 ആ ഒരു ഓൾ ടൈം ഹൈ പ്രൈസ് ആയിട്ടുള്ള ഒരു 18 അല്ലെങ്കിൽ 20K എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലായിരിക്കും പ്രൈസ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ 20K എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രതീക്ഷ നമുക്ക് തരുന്ന ഒരു ഏരിയ തന്നെയാണ്. ഇനി 20Kയിൽ സപ്പോർട്ട് എടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു മൂവിങ് ആവറേജിൽ സപ്പോർട്ട് എടുത്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ക്രാഷ് തന്നെയായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്. കാരണം ഇത്രയും നാളായിട്ട് ഏകദേശം 2016 മുതൽ ഈ ഒരു മൂവിങ് ആവറേജിന് താഴേക്ക് പ്രൈസ് പോയിട്ടില്ല. ഓരോ തവണ ഈ ഒരു മൂവിങ് ആവറേജ് ലൈനിൽ എത്തുമ്പോഴും പ്രൈസ് മുകളിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇത്തവണ ഈ ഒരു മൂവിങ് ആവറേജിന് കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ തന്നെ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് അല്ലെങ്കിൽ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ള വളരെ വലിയ ഒരു ചോദ്യം അവിടെ ഇപ്പോഴും കിടക്കുന്നുണ്ട്. സോ ആ ഒരു മൂവിങ് ആവറേജ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിഗംഭീരമായിട്ടുള്ള ക്രാഷ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ ഗംഭീരമായിട്ടുള്ള ബിറ്റ്കോയിൻ ക്രാഷ് തന്നെ പ്രതീക്ഷിക്കാം. ഒരുപാട് പേര് ഈ ഒരു ക്രിപ്റ്റോ മേഖലയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തന്നെ ക്രിപ്റ്റോ പരിപാടികൾ നിർത്തി പോകാൻ തന്നെ ചാൻസ് ഉള്ള രീതിയിലുള്ള ഒരു ക്രാഷ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമുക്കൊരു ലോങ് ടൈം പെർസ്പെക്റ്റീവിൽ കാര്യങ്ങൾ നോക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഇനി നമുക്കൊരു ഷോർട്ട് ടൈം ആയിട്ടുള്ള കാര്യങ്ങൾ ഏത് രീതിയിലായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഈ ചാർട്ട് ഒന്ന് സൂം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള ഒരു ഫോളിംഗ് വെഡ്ജ് പാറ്റേൺ അവിടെ ഫോം ആവുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ വീണ്ടും റെഗുലർ ചാർട്ടിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഒരു ഫോളിംഗ് വെഡ്ജ് ചാർട്ട് പാറ്റേൺ ആണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോളിംഗ് വെഡ്ജ് ചാർട്ട് പാറ്റേൺ നോക്കിയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഞാൻ ഈ ഒരു ഫോളിംഗ് വെഡ്ജ് ചാർട്ട് പാറ്റേൺ കുറച്ചുകൂടെ സൂം ചെയ്ത് കാണിച്ചു തരാം. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓരോ ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇത് ഒരു ലോവർ ലോയാണ്, ഇതൊരു ലോവർ ലോ ആണ്, ഇതൊരു ലോവർ ഹൈ ആണ്. ഇത് ആ ഒരു ലോവർ ലോനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് ഇപ്പോൾ താഴേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് അടുത്ത ഒരു ലോവർ ലോ ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇതൊരു ലോവർ ലോ ആണ് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇനി പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഈ ഒരു 34K എന്ന് പറയുന്ന അതായത് തൊട്ട് മുൻപത്തെ ആ ഒരു ലോവർ ലോ ഏരിയയിലേക്ക് ഒരു റീടെസ്റ്റ് നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. അതിനുശേഷം ഈ ഒരു ഫോളിംഗ് വെഡ്ജ് പാറ്റേൺ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഒരു 20K വരെ പ്രൈസ് പോകാനായിട്ടും സാധ്യതയുണ്ട്. നമ്മുടെ 20K ആണ് നമ്മുടെ ഇനി വരുന്ന സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് പ്രൈസ് പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴാണ് ഒരു ട്രെൻഡ് റിവേഴ്സിൽ ഇവിടെ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഇവിടെ നിന്ന് ഈ ഒരു 34K എന്ന് പറയുന്ന നമ്മുടെ തൊട്ട് മുൻപത്തെ ആ ഒരു ലോവർ ലോ ഏരിയനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് വീണ്ടും അവിടേക്ക് ഒരു റീടെസ്റ്റ് നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സിലൂടെ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ചുകൊണ്ടും ഇപ്പോഴത്തെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് വെച്ചുകൊണ്ടും ബിറ്റ് കോയിനിൽ പ്രതീക്ഷിക്കാനായിട്ട് പറ്റുന്ന രണ്ട് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ബിറ്റ് കോയിൻ ഇപ്പോഴത്തെ ഒരു മൂവ്മെൻറ്റ് കണ്ടുകൊണ്ട് വളരെയധികം വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ആ ചാർട്ട് ഒന്ന് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിഷമവും കാര്യങ്ങളെല്ലാം മാറുന്നതായിരിക്കും. ലോങ് ടൈമിലേക്ക് വളരെ ഗംഭീരമായിട്ടുള്ള ഗ്രോത്ത് തന്നെ ബിറ്റ് കോയിനിൽ സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആ ഒരു ചാർട്ടിൽ നിന്ന് ഒരു ലോങ് ടൈം ചാർട്ടിൽ നിന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതാണ്. മാത്രമല്ല ഒരു ഷോർട്ട് ടൈം പെർസ്പെക്റ്റീവിൽ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫോളിംഗ് വെഡ്ജ് ചാർട്ട് പാറ്റേൺ ഫോളോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് നല്ല രീതിയിൽ ഇനിയും ഒരു ഗ്രോത്ത് ഉണ്ടാവും, ഇനിയും ബിറ്റ് കോയിനിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കാനായിട്ടുള്ള സാധ്യതകളെല്ലാം തന്നെ അവിടെയുണ്ട്. ഒരു രാത്രിക്ക് ഒരു പകൽ ഉണ്ടാവും എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ബെയറിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബെയറിഷ് ആയിട്ടുള്ള ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു അപ്പ് ട്രെൻഡ് തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ആരും തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ബിറ്റ് കോയിൻ ഒന്നും പാനിക് ആയിക്കൊണ്ട് സെല്ല് ചെയ്യാതിരിക്കുക. ബിറ്റ് കോയിൻ ആണ്, ഫ്യൂച്ചറാണ്, ഹോൾഡ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ യൂട്യൂബ് അൽഗോരിതത്തിന് വീഡിയോ എത്തിച്ചു കൊടുക്കാനായിട്ട് നിങ്ങളുടെ ലൈക്കുകൾ തീർച്ചയായിട്ടും സഹായിക്കുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ കാണാം.